ലാൻഡ് സ്ലൈഡ്സ് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാൻഡ് സ്ലൈഡ്സ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റീസൺസ്, കോസസ് എന്തൊക്കെയാണെന്നുള്ളത്, അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ ലാൻഡ് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈറ്റിലും കൂടെ അതിനുണ്ടെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ഏറ്റവും ബേസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. എത്രത്തോളം സ്ട്രോങ് ആണ് അതെന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഒരു സ്ട്രെങ്ത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അത് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോസസ് എന്തൊക്കെയാണ് നോക്കി, കുറച്ച് കോസസ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ് നോക്കി. ഒന്നാമത് നമുക്കറിയാം ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് മണ്ണിടിയുകയാണ്. അപ്പോൾ ആ മണ്ണിടിയുമ്പോൾ ആ ഒരു സർഫസിൻ്റെ മുകളിൽ എന്തുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിനെ ബാധിക്കുന്നുള്ളതാണ് പ്രശ്നം. അതാണ് നമ്മൾ എഫക്ട്സിൽ പറഞ്ഞത്. എന്താണോ ഇത് ഒരു ബിൽഡിങ്ങാണ് ആ ഒരു സർഫസിൻ്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ് മൊത്തമായിട്ട് കൊളാപ്സ്ഡ് ആകും, അല്ലെങ്കിൽ തകർന്നു വീഴാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റോഡായാലും വേറെ എന്തായാലും ഇങ്ങനെ തകരാനുള്ള, ഡാമേജസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ലാൻഡ് സ്ലൈഡിന് അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉള്ളതെന്നാണ് പറയുന്നത്. മണ്ണിടിച്ചിൽ മഴയുടെ ആ ഒരു മഴ പെയ്യുന്നതോടുകൂടി വരുന്നതാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടമാകുന്നതോടെ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു ഹസാർഡ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഹസാർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നെക്സ്റ്റ് ഒരു സബ് ഹെഡിങ് ആയിട്ട് വരുന്നത് ലൈറ്റനിങ് ആണ്. അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് അക്കമ്പനീഡ് ബൈ തണ്ടർ. അപ്പോൾ ലൈറ്റർ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വയ്ക്കുക. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് അക്കമ്പനീഡ് ബൈ തണ്ടർ. മിന്നലും ഇടിയും ഒരുമിച്ച് നമ്മൾ ഇടിമിന്നൽ എന്ന് പറയും. അപ്പോൾ ഒരുമിച്ച് തണ്ടറിൻ്റെ കൂടെ വരുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഉള്ള ഒരു ഡിസ്ചാർജാണ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോംസ് ആൻഡ് സംടൈംസ് ഡ്യൂറിങ് വോൾക്കാനിക് എറപ്ഷൻസ് ഓർ ഡസ്റ്റ് സ്റ്റോംസ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ലൈറ്റനിങ് സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോംസ്, കൊടുങ്കാറ്റ് ഉണ്ടാവാറുണ്ട്. ദെൻ സംടൈംസ് ഡ്യൂറിങ് വോൾക്കാനിക് എറപ്ഷൻസ്, അത് മാത്രമല്ല ചില സമയങ്ങളിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ, വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കാറുണ്ട്. ഓർ ഡസ്റ്റ് സ്റ്റോംസ്, പൊടിക്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് പോലത്തെ സ്റ്റോംസ് ഉണ്ടാകുമ്പോഴും ഇത് സംഭവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ദർ ആർ അബൌട്ട് 6 million lightning storms in the world every year. അപ്പോൾ നമ്മുടെ ലോകത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ദർ ആർ 16 മില്യണോളം ലൈറ്റനിങ് സ്റ്റോംസ് സംഭവിക്കുന്നുണ്ടെന്നാണ്. ഒരു സിംഗിൾ ഇയറിൽ 16 മില്യൺ ലൈറ്റനിങ് സ്റ്റോംസ് സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ലൈറ്റനിങ് കോസസ് അയണൈസേഷൻ ഇൻ ദ എയർ ത്രൂ വിച്ച് ഇറ്റ് ട്രാവൽസ്. അപ്പോൾ ഒരു എയറിൽ ഒരു അയണൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് ലൈറ്റനിങ് മുകളിൽ നിന്ന് താഴോട്ട് എത്തുന്നത്. അപ്പോൾ അതാ പറയുന്നത്, ഇറ്റ് കോസസ് ആൻ അയണൈസേഷൻ ഇൻ ദ എയർ. ആ ഒരു എയറിൽ ഒരു അയണൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് ഈ ലൈറ്റനിങ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റനിങ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ അത് നോക്കുക. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് അക്കമ്പനീഡ് ബൈ തണ്ടറിൻ്റെ കൂടെ വരുന്ന ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജാണ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോംസ് ആൻഡ് സംടൈംസ് ഡ്യൂറിങ് വോൾക്കാനിക് എറപ്ഷൻസ് ആൻഡ് ഓർ സംടൈംസ് ഡ്യൂറിങ് ഡസ്റ്റ് സ്റ്റോംസ്. അപ്പോൾ ഒക്കെ ഉണ്ടാവുക. പിന്നെ ഓൾമോസ്റ്റ് ഒരു സിംഗിൾ ഇയറിൽ 60 മില്യണോളം തണ്ടർ സ്റ്റോംസ് അല്ലെങ്കിൽ ലൈറ്റനിങ് സ്റ്റോംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ അതിൻ്റെ എഫക്ട്സ് ആണ് ലോസ് ഓഫ് ലൈഫ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ആനിമൽസിനും എല്ലാം നമ്മൾ ഇടിമിന്നലേറ്റ് മരിച്ചു പോകാമെന്ന് പറയില്ലേ, ആനിമൽസിനായാലും പ്ലാന്റ്സിനായാലും ഇടിമിന്നൽ തട്ടിയാൽ പെട്ടെന്നുള്ള മരണം സംഭവിക്കും. ഡാമേജ് ടു ഹൗസസ്, ബാൺസ് ആൻഡ് അതർ ഫാം ബിൽഡിങ്സ്. നമ്മുടെ വീടുകൾക്കായാലും വീടിൻ്റെ ചിലപ്പോൾ മിന്നൽ തട്ടിയിട്ട് വീടിൻ്റെ ഒരു ഭാഗ്യേ കത്തിപ്പോയിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാം. പെട്ടെന്ന് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ അത്രയും വലിയ എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത് ഡാമേജ് ടു ഹൗസസ്, ബാൺസ് ആൻഡ് അതർ ഫാം ബിൽഡിങ്സ്. അടുത്തത് പറയുന്നത് ഡാമേജ് ടു ഫെൻസസ് ആണ്. ഫെൻസസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ അതിര് തിരിക്കുന്ന മതിൽ, വേലി, അതൊക്കെ പറയുന്നതാണ് ഫെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റനിങ് സംഭവിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഡാമേജ് സംഭവിക്കാം. ലോസ് ഓഫ് ട്രീസ്, അതിൻ്റെ സ്ട്രെങ്ത് അത്രയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പവർ അത്രയും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രീസ് കത്തിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്.
ഫോറസ്റ്റ് ഫയേഴ്സ് ഇഗ്നൈറ്റഡ് ബൈ ലൈറ്റനിങ് സ്ട്രൈക്സ്. പിന്നെ ഫോറസ്റ്റ് ഫയറിന് ഈ ഒരു ലൈറ്റനിങ് എന്ന് പറയുന്നത് ഒരു കാരണമാണെന്നാണ് പറയുന്നത്. ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് നമ്മളിപ്പോൾ വീട് തകർന്നു പോകാമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ബാക്കി ഒരുപാട് ബിൽഡിങ്സൊക്കെ തകർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയിഡ്. അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ പറയും മിന്നലുണ്ട് അല്ലെങ്കിൽ ടി വിയും ബാക്കി ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കണം നമ്മൾ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പവർ അനുസരിച്ചിട്ട് അതിനൊക്കെ ഡാമേജസ് വരാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ലോസ് ഓഫ് ട്രീസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്. ഭൂപ്രകൃതിക്ക് തന്നെ നഷ്ടം അല്ലെങ്കിൽ കോട്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിസ്ട്രപ്ഷൻ ഓഫ് സർവീസസ്. അപ്പോൾ കറണ്ടൊക്കെ പോകാനുള്ള ചാൻസൊക്കെ അവിടെ കാണുന്നുണ്ട്. ദെൻ ഹെൽത്ത് ഇഞ്ചുറീസ്. മരണം മാത്രമല്ല ബാക്കി ഒരുപാട് ഇഞ്ചുറീസ് ആവാനും ചാൻസ് ഉണ്ട്. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് അസോസിയേറ്റഡ് വിത്ത് ലോസ് ഓഫ് ഫാമിലീസ്, ഫ്രണ്ട്സ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രോയിഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മെൻ്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന ബാക്കി പ്രശ്നങ്ങൾ, ഫിസിക്കൽ സ്ട്രെസ്, നമ്മളിപ്പോൾ ആ ഒരു ടൈമിൽ അനുഭവിക്കുന്ന ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് അത്രയും ടെൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഭീകരമായിട്ട് ഇത് വരുമ്പോൾ ഒരുവിധം എല്ലാവരും അത്രയും സ്ട്രെസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലൈറ്റനിങ്ങിൻ്റെ എഫക്ട്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ലോസ് ഓഫ് ലൈഫ് സ്റ്റോക്ക് തൊട്ടിട്ട് നോക്കിയാൽ മതി. ഇത്രയും പോയിൻറ്റ്സ് അതിൽ നോക്കണം. പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു കോസ് എന്നുള്ളത് നമുക്ക് പറയാനില്ല. കാരണം ഇതൊരു പറഞ്ഞു നമ്മൾ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ആണ്. അതിൻ്റെ കാരണമാവുന്നത് ഈ പറയുന്ന തണ്ടർ സ്റ്റോംസും വോൾക്കാനിക് എറപ്ഷൻസും അല്ലെങ്കിൽ ഡസ്റ്റ് സ്റ്റോംസും ഒക്കെയാണ്. അതിന് ഹ്യൂമൻ ബീങ്സിന് അത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് അതിലില്ല. ബാക്കി വരുന്ന ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് ലൈറ്റനിങ് സംഭവിക്കുന്നത്. അപ്പോൾ കോസസ് എന്ന് പറഞ്ഞൊരിത് വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു തണ്ടർ സ്റ്റോംസ്, ദെൻ വോൾക്കാനിക് എറപ്ഷൻസ് ആൻഡ് ഡസ്റ്റ് സ്റ്റോംസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് വോൾക്കാനിക് എറപ്ഷൻസ്, അല്ലെങ്കിൽ വേറൊരു ഹസാർഡാണ് വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുന്നത്. എ വോൾക്കാനോ ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ത്രൂ വിച്ച് ലാവ ഓർ മോൾട്ടൻ റോക്സ്, ആഷ് ആൻഡ് ടോക്സിക് ഗ്യാസസ് ബിലോ ദ എർത്ത് സർഫസ് ആർ ഇജക്റ്റഡ്. അപ്പോൾ ഒരു വോൾക്കാനോ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്, ചെറിയൊരു ഓപ്പണിംഗ് ആണ്, ഒരു ദ്വാരം പോലെയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. through which lava or molten rocks, ash and toxic gases below the earth surface are ejected. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിൻ്റെ ഉള്ളിലുള്ള സർഫസിൻ്റെ അടിയിലുള്ള ലാവയും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉരുകിയ റോക്സ്, അതിനെ നമ്മൾ ലാവ എന്ന് പറയുന്നത്, ആ ഒരു ഫോമിലുള്ള റോക്സ്, ദെൻ ആഷ്, ദെൻ ടോക്സിക് ഗ്യാസസ് ഒക്കെ പുറത്ത് വരുന്നത്, ഈ ഒരു ഇജക്റ്റ് ചെയ്യുന്നത്, പുറന്തള്ളുന്നത് ഈ പറയുന്ന വോൾക്കാനോ എന്ന് പറയുന്ന ഈ ചെറിയൊരു ഓപ്പണിങ്ങിലൂടെയാണ്. ചെറുതല്ല, ഓപ്പണിങ്ങിലൂടെയാണ്. Sometimes it can be mountain-like structure with a ball-shaped depression at the top through which the substances are expelled. അപ്പോൾ ചില ടൈമിൽ ഈ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ്റെ, ഒരു പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മലയുടെ ഷേപ്പായിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ബൗൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള ടോപ്പിലുണ്ടാവും, അതിലൂടെയാണ് ഇതൊക്കെ ഇജക്റ്റ് ചെയ്യുന്നത്, പുറന്തള്ളുന്നതെന്നാണ് പറയുന്നത്. ദേ ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഈ വോൾക്കാനോസിനെ മെയിനായിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വൺ ആക്റ്റീവ് വോൾക്കാനോ, ദെൻ ഡോർമെൻറ്റ് വോൾക്കാനോ ആൻഡ് എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനോ. അപ്പോൾ വോൾക്കാനിക് എറപ്ഷനിൽ വോൾക്കാനോ എന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ടു വിച്ച് ലാവ ഓർ മോൾട്ടൻ റോക്സ്, ആഷ് ആൻഡ് ടോക്സിക് ഗ്യാസസ് ബിലോ ദ എർത്ത് സർഫസ് ആർ ഇജക്റ്റഡ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ താഴെയുള്ള ഈ പറയുന്ന മോൾട്ടൻ റോക്സ് ആയാലും ആഷ് ആയാലും ടോക്സിക് ഗ്യാസസ് ഒക്കെ ഇജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറന്തള്ളുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വോൾക്കാനോ എന്ന് പറയുന്നത്. ദെൻ അതിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ആക്റ്റീവ് വോൾക്കാനോ, ഡോർമെൻറ്റ് വോൾക്കാനോ ആൻഡ് എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനോ. The active volcanoes are characterized by the regular eruptions, while dormant are those ejected in the past but are now silent. The extinct volcanoes are those erupted in the remote past and is unlikely to erupt again. അപ്പോൾ ആക്റ്റീവ് എന്ന് വെച്ചാൽ അത് വീണ്ടും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഡോർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, ഇപ്പോൾ സൈലൻ്റ് ആണ്. ദെൻ ദ എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന വോൾക്കാനോസ് എന്താണ്,
They are erupted in the remote past and is unlikely to erupt again. അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എറപ്റ്റ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വോൾക്കാനിക് എറപ്ഷനിൽ നമ്മൾ നോക്കാനുള്ളത്. വോൾക്കാനോ എന്താണെന്നുള്ളത് നോക്കണം. അതിൽ ടൈപ്സ്, ആക്റ്റീവ്, ഡോർമെൻറ്റ് ആൻഡ് എക്സ്ട്രീംസ് എന്നുള്ള 3 ടൈപ്സ് നോക്കാം. ആ ഒരു ടൈറ്റ് എന്ന ആക്റ്റീവാണ്. അപ്പോൾ ചാൻസ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ സംഭവിക്കുന്നുണ്ട്. ഡോർമെൻറ്റ് ആ പ്രവർത്തനത്തിന് ചെറിയൊരു ഇത് സംഭവിച്ചിട്ടുണ്ട്. എക്സ്റ്റിങ്ക്റ്റ് വളരെ ചാൻസ് വളരെ കുറവാണ്. ദെൻ അതിൻ്റെ എഫക്ട്സാണ് നമുക്ക് നോക്കാനുള്ളത്. It brings out the red hot lava, destroying and burning everything that comes in its way. അപ്പോൾ മെയിൻ പ്രശ്നം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അതിന് പുറത്ത് വരുന്ന ലാവ എന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആണ്. അതിൻ്റെ കൺമുന്നിൽ അല്ലെങ്കിൽ അതാ വരുന്ന വഴിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അത് നശിപ്പിക്കുന്ന പറയുന്നത്. അതാ പറയുന്നത് ഇറ്റ് ഈസ് ഡെസ്ട്രോയിങ്. എങ്ങനെ ഡെസ്ട്രോയ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ബേണിംഗ് ആണ്. അത് അത്രയും ഹൈ ലെവൽ ഹീറ്റാണ്. അപ്പോൾ അത് എവിടെ തട്ടിയാലും അത്രയും അത് അങ്ങനെ പൊള്ളുമെന്നല്ല, അതങ്ങ് ദ്രവിച്ചു പോണ അവസ്ഥയിലായിരിക്കും. അപ്പം വോൾക്കാനോ ബ്രിങ്സ് ഔട്ട് ദ റെഡ് ഹോട്ട് ലാവ, ഇറ്റ് ഡെസ്ട്രോയിങ് ആൻഡ് ബേണിങ് എവറിത്തിങ് ദാറ്റ് കംസ് ഇറ്റ്സ് വേ. അപ്പോൾ ഡെസ്ട്രോയ് ചെയ്യുന്നത് ബേൺ ചെയ്തുകൊണ്ടാണ്. അത് കത്തിയല്ല അതങ്ങോട്ട് ഉരുകി പോകുക എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും. യൂഷ്വലി കണ്ടെയ്ൻ എ നമ്പർ ഓഫ് ഹാംഫുൾ ഗ്യാസസ്. അത് മാത്രമല്ല, പിന്നെ ഈ ലാവയിലൂടെ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ സർഫസിൻ്റെ ബിലോ ഉള്ള അതിൽ നിന്ന് വരുന്ന ടോക്സിക് ഗ്യാസസും ആഷും അതേപോലെ തന്നെ ഈ മോൾട്ടൺ റോക്സൊക്കെയാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഹാംഫുൾ ഗ്യാസസ് ലൈക്ക്, അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ഗ്യാസസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ദെൻ വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ക്ലോറൈഡ്, കാർബൺ മോണോക്സൈഡ് എക്സെട്ര. അപ്പോൾ ഈ പറയുന്ന ടോക്സിക് ഗ്യാസസ് ഒക്കെ എന്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്? ഈ ലാവയുടെ ഉള്ളിൽ നിന്ന് ലാവ പുറന്തള്ളുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഹ്യൂമൻ ബീയിങ്സിന് അത് ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനും അത് അത്രയും ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്ട്സ് ആയിട്ട് പറയുന്നത് ഇത്രയാണ്. ഇറ്റ് ബ്രിങ്സ് ദ റെഡ് ഹോട്ട് ലാവ വിച്ച് ഡെസ്ട്രോയ്സ് ഓർ ബേൺസ് എവറിത്തിങ് ദാറ്റ് കംസ് ഇറ്റ്സ് വേ. അപ്പോൾ അത് വരുന്ന അല്ലെങ്കിൽ അത് ഒഴുകി വരുന്ന വേല എന്തൊക്കെയുണ്ടോ അതൊക്കെ അത് ഡെസ്ട്രോയ് ചെയ്യും അല്ലെങ്കിൽ ബേൺ ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ വേറൊരു പ്രശ്നം പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഗ്യാസസ് ഇതിന് എമിറ്റ് ആവുന്നുണ്ട്. അതായത് കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ക്ലോറൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് സോ ഓൺ. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരുപാട് ഈ പറയുന്ന ടോക്സിക് ഗ്യാസസ് അതിൽ നിന്ന് എമിറ്റഡ് ആവുന്നുണ്ട്. പിന്നെ പറയുന്ന ഒന്നാണ് കോസസ് ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് ലഹാഴ്സ്. ലഹാഴ്സ് എന്ന് വെച്ചാൽ മഡ് ഫ്ലോ ആണ്, ചെളിയുടെ ആ ഒരു ഇതിനാണ് മഡ് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് കോസസ് ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിലിനും ചാൻസ് ഉണ്ട്. മണ്ണിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റീനെ ഇല്ലാതാക്കാൻ ഇത് കാരണമാവും. അപ്പോൾ അതേപോലെ തന്നെ മണ്ണിടിച്ചിലിന് കാരണമാവും, അല്ലെങ്കിൽ അത് ആ ഒരു ഏരിയനെ തന്നെ ബാധിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു വോൾക്കാനിക് എറപ്ഷൻ്റെ എഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നാച്ചുറൽ ഹസാർഡ്സ് ആയിരുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇനിയുള്ളത് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സാണ്. അപ്പോൾ നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അതിൽ ഹ്യൂമൻ ബീങ്സിന് അത്രത്തോളം പങ്കില്ല. പക്ഷേ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻ ബീങ്സ് ആണെന്നാണ് പറഞ്ഞത്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് റോഡ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ് റോഡ് ആക്സിഡൻറ്റ് എന്താണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതും മതി, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ വെച്ചാൽ നോക്കിയാൽ മതി. റോഡ് ആക്സിഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എഴുതി പോകാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കും. എ ട്രാഫിക് കൊളീഷൻ, ഓൾസോ നോൺ ആസ് എ മോട്ടോർ വെഹിക്കിൾ കൊളീഷൻ, among others occurs when a vehicle collides with another vehicle, pedestrian, animal, road debris or other stationary obstructions such as tree or utility pole. Traffic collision may result in injury, death and property damage. അപ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ട്രാഫിക് കൊളീഷനാണ്. കൊളീഷൻ എന്ന് വെച്ചാൽ കൂട്ടിയിടിക്കൽ, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ കൂട്ടിയിടിക്കാൻ നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാഫിക്കിൽ അതിനെ പറയുന്നതാണ് ഒന്നെങ്കിൽ ട്രാഫിക് കൊളീഷൻ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ കൊളീഷൻ എന്ന് പറയും. അപ്പോൾ
അത് വെഹിക്കിൾ കൊളൈഡ് ചെയ്യാണ്, രണ്ട് വെഹിക്കിൾ കൂട്ടിയിടിക്കാവാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോയി ഇടിക്കാവാം, പിന്നെ ബാക്കി റോട്ടിലുള്ള ആനിമൽസിനെയോ ട്രീസിനെയോ വേറെ എന്തിലെങ്കിലും പോയി ഒരു വാഹനം വേറെ ഒന്നിൽ പോയി ഇടിക്കുന്നതിനാണ് നമ്മൾ ട്രാഫിക് കൊളീഷൻ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ കൊളീഷൻ എന്ന് പറയുന്നത്. ആ ഒരു കൊളീഷൻ എന്ന് പറയുന്ന വേർഡ് ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ചാൽ മതി. ട്രാഫിക് കൊളീഷൻ മേ റിസൾട്ട് ഇൻ ഇഞ്ചുറി, അത് ഇഞ്ചുറിക്ക് കാരണമാവാം. മോറോവർ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഡെത്ത്, അത് മരണത്തിന് വരെ കാരണമാകും. കാരണം പെട്ടെന്നുണ്ടാകുന്ന സഡൻ ഇങ്ങനെയാണ് നമ്മൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മരണത്തിന് വരെ കാരണമാവുമെന്ന് പറയുന്നത്. ആൻഡ് പ്രോപ്പർട്ടി ഡാമേജ്, അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കടയിലൊക്കെ പോയി ഇടിച്ചാൽ അവിടുത്തെ പ്രോപ്പർട്ടിക്കൊക്കെ നഷ്ടം വരാമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇടിക്കുന്ന വാഹനത്തിനുള്ള നഷ്ടവും നമ്മൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ അതാണ് ഫസ്റ്റ് ട്രാഫിക് കൊളീഷൻ എന്ന് പറയുന്നതിൽ. A number of factors contribute to the risk of collision including അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊളീഷൻ സംഭവിച്ചാൽ അതിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വെഹിക്കിൾ ഡിസൈൻ. ആ വെഹിക്കിളിൻ്റെ ഡിസൈൻ അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, ആ ഒരു കൊളിഷൻ സംഭവിക്കുമ്പോൾ ഈ വാഹനം എത്രത്തോളം സ്പീഡിലായിരുന്നു എന്നുള്ളത് അതിനെ ബാധിക്കും. ആ ഒരു ആക്സിഡൻ്റ് ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ഒരു സ്പീഡിനെ ബേസ് ചെയ്തായിരിക്കും. റോഡ് ഡിസൈൻ, അതേപോലെ തന്നെ റോഡിൻ്റെ ഡിസൈൻ ഒരുപാട് വളവും തിരിവൊക്കെ ഉള്ള റോഡാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന കൊളീഷൻ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ റോഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ഡ്രൈവർ സ്കിൽ, ഡ്രൈവറിൻ്റെ സ്കിൽ ഓടിക്കാനുള്ള അല്ലെങ്കിൽ ഏത് റോഡിലായാലും മിനിമം ഒരു ലെവൽ വെച്ചിട്ട് ഓടിക്കാനുള്ള ഡ്രൈവറിൻ്റെ കപ്പാസിറ്റീനെ ബേസ് ചെയ്യും. ഇമ്പയർമെൻറ്റ് ഡ്യൂ ടു ആൽക്കഹോൾ ഡ്രഗ്സ്, അല്ലെങ്കിൽ അയാളിൽ വരുന്ന ഡ്രഗ്സോ ആൽക്കഹോൾ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന പ്രശ്നങ്ങൾ. ദെൻ ആൻഡ് ബിഹേവിയർ, ചിലവർ റോഡ് കണ്ടാൽ ഉള്ള ആ ഒരു ബിഹേവിയർ എന്തും ആവാന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയും ഈ കൊളീഷന് കാരണമാണ്. നോട്ടബ്ലി സ്പീഡിങ് ആൻഡ് സ്ട്രീറ്റ് റേസിങ്, പിന്നെ ഈ റേസിങ് വാഹനം പൊതു റോഡിലൊക്കെ കൊണ്ടുവന്ന് റേസിങ് പോലുള്ള അതൊക്കെ കാണിക്കുമ്പോൾ അവിടെയൊക്കെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ കൊളീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. വേൾഡ് വൈഡ് motor vehicle collision led to death and disability as well as financial cost to both society and individuals involved. അപ്പം ഒരു കൊളീഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെമ്പാടും നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം നടക്കുന്ന ഒന്നല്ല ഈ ആക്സിഡൻ്റ് എന്നുള്ളത്. എവിടെയാണെങ്കിലും അതിപ്പോൾ എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏത് ഏരിയയിലാണെങ്കിലും നടക്കുന്ന ഒന്നാണ്. അത് പറയുന്നത് ഇറ്റ് ലീഡ് ടു ഡെത്താണ്, മരണത്തിലേക്കാണ് അത് നമ്മളെ കൊണ്ടുപോകുന്നത്. ദെൻ ഡിസബിലിറ്റി, നമ്മുടെ അംഗവൈകല്യം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആസ് ഫിനാൻഷ്യൽ കോസ്റ്റ് ടു ദ ബോത്ത് സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ, ഈ ആക്സിഡൻറ്റിന് ഇൻവോൾവ് ആയ ആൾക്കും ഫിനാൻഷ്യൽ ലോസ് വരാൻ. ഇപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും തട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സൊസൈറ്റിക്കും ഒരു ഫിനാൻഷ്യൽ ലോസ് വരാം. അപ്പോൾ അതാണ് മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ ഫസ്റ്റ് വണ്ണായിട്ട് നോക്കിയത് റോഡ് ആക്സിഡൻ്റ് ആണ്. ഒരു ട്രാഫിക് കൊളീഷൻ എന്നുള്ള ഒരു ടൈറ്റിൽ. അപ്പോൾ ജസ്റ്റ് അതെന്താ നോക്കണം നമുക്ക്. പിന്നെ അതിന് കോസസ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള കാരണങ്ങളായിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. വെഹിക്കിൾ ഡിസൈൻ, സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, റോഡ് ഡിസൈൻ, റോഡ് എൻവയോൺമെൻറ്റ്, ഡ്രൈവർ സ്കിൽ, എൻവയൺമെൻറ്റ് ഡ്യൂ ടു ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് ആൻഡ് ബിഹേവിയർ, നോട്ടബിളി സ്പീഡിങ് ആൻഡ് സ്ട്രീറ്റ് റേസിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സ് കാരണമാണ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കാരണമാവുന്നത് ഇതൊക്കെയാണ്. ദെൻ അടുത്തത് റോഡ് ആക്സിഡൻറ്റ്സ് ആണ്. അടുത്തത് വരുന്നത് റെയിൽ ആക്സിഡൻറ്റ്സ് ആണ്. റെയിൽ ആക്സിഡൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും എന്നുള്ളത്, ട്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Classification of railway accidents both in terms of cause and effects is a valuable aid in studying rail accidents to help prevent similar ones occurring in the future. Systematic investigation for over 150 years has led to the railway's excellent safety record compared, for example, with road transport. അപ്പോൾ നമ്മൾ നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ അറിയാം, റോഡ് ആക്സിഡൻറ്റും റെയിൽ ആക്സിഡൻസും കൂടെ നോക്കുമ്പോൾ എത്രയോ കുറവായിരിക്കും റെയിൽ ആക്സിഡൻസ്. അത് സംഭവിച്ചാലുള്ള ഇമ്പാക്റ്റ് അത്രയും കൂടുതലാണെങ്കിൽ പോലും റോഡ് ആക്സിഡൻറ്റ് പോലെയല്ല. കാരണം റെയിൽവേ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേ എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, കാരണം അത് അവരെ ഹാൻഡിലാണ് അത് നിൽക്കുന്നത്. റോഡിലേക്ക് വരുമ്പോൾ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ അവർ അത്രയും 150 ഇയേഴ്സോളം ലീഡ് ചെയ്തിട്ട് ആ ഒരു സേഫ്റ്റി നമുക്ക് തരുന്നുണ്ടെന്നാണ് പറയുന്നത്. A classification of accidents by their effects are example head-on collision, rear-end collision, derailments, അങ്ങനെ കുറച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെയിൽ ആക്സിഡൻസിൻ്റെ ഹെഡ് ഓൺ കൊളീഷൻസ്, റെയർ എൻഡ് കൊളീഷൻസ്, ഡെറൈൽമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Schneider and Moss in 1971 proposed an additional classification by cause, for example, drivers' errors, signalman's errors and mechanical faults. അപ്പം മെയിനായിട്ട് മൂന്നായിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത്.
ഹെഡ് ഓൺ കൊളീഷൻസ്, റെയർ എൻഡ് കൊളീഷൻസ് ആൻഡ് ഡിറാൽമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടിയിട്ടുള്ളത്. റെയർ എൻഡ് എന്ന് വെച്ചുമ്പോൾ ഹെഡ് എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഹെഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ റെയറോ എന്ന് വെച്ചാൽ ബാക്കിൽ പോയി തട്ടുന്നതിനാണ് റെയർ എൻഡ് എന്ന് പറയുന്നത്. ഡിറാൽമെൻറ്റ്സ് എന്ന് വെച്ചാൽ പാളം തെറ്റലിനാണ്. ഇങ്ങനെ 3 ചാൻസിലാണ് മെയിനായിട്ട് ഈ ഒരു റെയിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഒന്ന് ഹെഡ് ഓൺ കൊളീഷൻ, രണ്ടാമത്തത് റെയർ എൻഡ് അല്ലെങ്കിൽ ബാക്കിൽ അല്ലെങ്കിൽ വേറൊന്ന് വന്ന് ബാക്കിൽ തട്ടുന്നത്, മൂന്നാമത്തത് ഡിറാൽമെൻറ്റ്സ് പാളം തെറ്റുന്ന ഒരു പ്രോസസ്സ്. അത് ഈ ഒരു 3 മെയിനായിട്ട് ഡിവിഷൻ. അത് കൂടാതെ ഷെയ്ൻഡർ ആൻഡ് മാസ് പറയുന്ന 2 സയൻറ്റിഫിക്കലി ഇതിനെ കുറച്ചുകൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്രൈവേഴ്സ് എറർ, ഡ്രൈവറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എറർ കാരണം ആക്സിഡൻറ്റ് സംഭവിക്കാം. അതേപോലെ തന്നെ സിഗ്നൽമാൻസ് എറേഴ്സ്, സിഗ്നൽ കൊടുക്കുമ്പോൾ റെഡും ഗ്രീനും അങ്ങനെ സിഗ്നൽ കൊടുക്കുമ്പോൾ അവിടെ വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം ആക്സിഡൻറ്റ് സംഭവിക്കാം. അതേപോലെ തന്നെ മെക്കാനിക്കൽ ഫോൾട്ട്സ്, ആ ഒരു ട്രെയിനിൻ്റെ മെക്കാനിക്കൽ ഫോൾട്ട്സ് കാരണം ആക്സിഡൻറ്റ് സംഭവിക്കാമെന്ന് പറഞ്ഞിട്ട് 3 വീണ്ടും പറഞ്ഞിട്ടുണ്ട്.